നമസ്കാരം. സ്വന്തം വകുപ്പിന്റെ ചടങ്ങിൽ നിന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് മന്ത്രി റദ്ദാക്കിയത്. മന്ത്രി ഉദ്ദേശിച്ചതുപോലെ ആളെത്താത്തതും സംഘാടനത്തിലെ പാളിച്ചകളുമാണ് മന്ത്രി ചൊടിപ്പിച്ചത്. അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് മന്ത്രി ചടങ്ങ് റദ്ദാക്കിയത്. ചടങ്ങിനെത്തിയത് തന്റെ പാർട്ടിക്കാരും പേഴ്സണൽ സ്റ്റാഫും KSRTC ജീവനക്കാരും മാത്രമാണെന്നും ഒരാളെയും പുറത്തുനിന്ന് എത്തിക്കാൻ സംഘാടകർക്ക് സാധിച്ചില്ലെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയില്ല, ജീവനക്കാരെ കൊണ്ടുവന്നില്ല. പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞാണ് മന്ത്രി പരിപാടി റദ്ദാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള 914 പോസ്റ്റ് മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനമാണ് കനകക്കുന്നിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. 52 വാഹനങ്ങൾ എത്തിക്കാനും പ്രദർശിപ്പിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യാനുമായിരുന്നു പദ്ധതി. മന്ത്രി 4 മണിക്കെത്തി. പക്ഷേ മന്ത്രി പറഞ്ഞ സ്ഥലത്തായിരുന്നില്ല വാഹനങ്ങൾ. ഇതോടെ മന്ത്രി അസ്വസ്ഥനാകുകയായിരുന്നു. സ്വാഗത പ്രസംഗം നടന്ന സമയത്ത് മന്ത്രി പലരെയും ഫോൺ വിളിക്കുകയും വാഹനം മാറ്റിയിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിലാണ് മന്ത്രി പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചത്. എത്തിയ എല്ലാവരോടും മന്ത്രി ക്ഷമ പറയുകയും ചെയ്തു. വാഹനങ്ങൾ ക്രമീകരിച്ചത് ശരിയായില്ല, പൊതുജനങ്ങൾ കാഴ്ചക്കാരെ എത്തിയില്ല, മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പങ്കെടുത്തില്ല എന്നതൊക്കെയാണ് മന്ത്രിയെ ചോടിപ്പിച്ചത്. സംഘാടനത്തിലെ വൻ വീഴ്ചയെന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTC ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്നും വിളിച്ചില്ല. പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കും. മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈല് പൊട്ടുമെന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ടാൽ പൊട്ടുന്ന ടൈൽസ് ആണ് ഇവിടെയെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. ദയവ് ചെയ്ത് ക്ഷമിക്കണം, പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ചടങ്ങിൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും എത്തിയിരുന്നു.